أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ബഹുമാന്യനായ അധ്യക്ഷൻ ഹസീം ഹാജി സാഹിബ്, നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഹനീഫ കായക്കൊടി, ബഹുമാന്യരായ രക്ഷിതാക്കളെ, നാട്ടുകാരെ, സഹോദരന്മാരെ, തീവ്രവാദം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലോകാടിസ്ഥാനത്തിൽ തന്നെ ബഹുമുഖ ചർച്ചയ്ക്ക് വിധേയമാവുകയും അതിന്റെ ദുരിതത്തെ സംബന്ധിച്ച് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ അത് വരുത്തി തീർക്കുന്ന കെടുതികളെപ്പറ്റി ലോകം തന്നെ ബോധ്യമായിക്കൊണ്ട്, ലോകത്തിന് തന്നെ ബോധ്യമായിക്കൊണ്ട് വിവിധ മത, സാംസ്കാരിക, സാമൂഹ്യ സംഘടനകളും കോളമിസ്റ്റുകളും മാധ്യമങ്ങളുമെല്ലാം തീവ്രവാദത്തിനെതിരെ ശക്തമായി അച്ചുനിരത്തുകയുണ്ടായി. മറവി നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗ്യമോ ഒരു ദുരന്തമോ ആണ്. പലപ്പോഴും പറയുന്നതെല്ലാം മറക്കുകയും പുതിയത് മാത്രം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. മാധ്യമങ്ങളിൽ കൂടി അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ചൂടുള്ള വാർത്തകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ, കാണുമ്പോൾ കഴിഞ്ഞതെല്ലാം മറക്കുകയും അതുമാത്രം ഒരു പുതിയ അജണ്ടയായി അന്നത്തേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന നിലപാട് പൊതുവെ നാട്ടിൽ ഇന്ന് വളർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ തീവ്രവാദത്തെ പറ്റിയുള്ള ഒരു പോസിറ്റീവായ നിയതമായ ചർച്ച മാറി അത് വേറൊരു ചർച്ചയിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് തീവ്രവാദികളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിടത്തേക്ക് എത്തുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും അവസാനിക്കാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ, നിയോജക മണ്ഡലങ്ങളിലെ ആ കാലാവധിയും എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ആരാണ് തീവ്രവാദികളുടെ രക്ഷിതാക്കൾ, ആരാണ് തീവ്രവാദികളെ പോറ്റി വളർത്തുന്നവർ എന്നിടത്തേക്ക് ചർച്ച നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ അറിയാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ലോകാടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിങ്ങൾ തീവ്രവാദികളായി മുദ്രകുത്തപ്പെടുകയും നേരെ ചൊവ്വേ ഇസ്ലാമികമായ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും അത് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പോലും തീവ്രവാദപരമായി മുദ്രകുത്തപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടായി. അതിന് ഉപോത്ബലകമെന്നോണം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ദുരാരോപണങ്ങൾക്ക് സഹായകമായോ അല്ലെങ്കിൽ ആരോപിക്കുന്നവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള തെളിവുകളായോ ആരോപിക്കപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് തീവ്രവാദത്തിന്റെ പേരിൽ പലരും പിടിക്കപ്പെടുകയും ചെയ്യുണ്ടായി.
പിടിക്കപ്പെട്ടവർ പലരും നിരപരാധികളാണെന്നും എന്നാൽ ആ കൂട്ടത്തിൽ അപരാധികളുണ്ടെന്നുമെല്ലാം കാലങ്ങൾക്ക് ശേഷമാണ് മാധ്യമങ്ങൾ വരെ പുറത്തുവിടുന്നത്. അതും കഴിഞ്ഞ് ഒരു സമുദായത്തെ മാത്രം കുറ്റപ്പെടുത്തിയിരുന്ന തീവ്രവാദത്തിന്റെ ഈ വിഴുപ്പുഭാണ്ഡം ഇന്നതല്ല, ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന സൈനിക മേഖലകളിൽ വരെ അതിൻ്റെയൊക്കെ ഒത്താശകളോ അതിൻ്റെയൊക്കെ കണ്ണുചിമ്പലുകളോ ഉണ്ടോ, അതിൻ്റെയൊക്കെ പങ്കുണ്ടോ എന്ന് വരെ ചിന്തിക്കുന്നിടത്തേക്കും ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നിടത്തേക്കും എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വലിയ വലിയ മീഡിയകൾ ജനങ്ങളെ ശ്രദ്ധ തിരിക്കുവാനും തീവ്രവാദികളെ ഏറ്റെടുത്ത് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരാണ്, ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാധ്യമങ്ങളും പ്രചാരണ വേലകളും മനുഷ്യന്റെ മസ്തിഷ്കത്തെ നീക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ തീവ്രവാദത്തിന്റെ ചെറിയ നാമ്പുകൾ നമ്മുടെ സമൂഹത്തിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആദ്യമായി തീവ്രവാദത്തിനെതിരെ സംസ്ഥാനാടിസ്ഥാനത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വമ്പിച്ച ക്യാമ്പയിൻ നടത്തുകയും ഇതേത് സമുദായത്തിൽ നിന്നായിരുന്നാലും അതിനെ മുളയിൽ തന്നെ നുള്ളേണ്ടത് ഭരണകൂടങ്ങളാണ്, മീഡിയകളാണ്. ഈ വിഷയത്തിൽ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മതപരമായോ ഉള്ള പക്ഷപാതിത്വങ്ങളെല്ലാം മറന്ന് മീഡിയകൾ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഏത് മതത്തിലാണ് തീവ്രവാദം ഉണ്ടായതെങ്കിലും അതിനെ നുള്ളാൻ ശ്രമിക്കണമെന്ന ആഹ്വാനവും അഭ്യർത്ഥനയും അപേക്ഷയുമായി മുജാഹിദ് പ്രസ്ഥാനം ഇതിനെതിരെ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു, അതിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. പിന്നീട് പല ആളുകളും പല സഹോദരന്മാരും മതവിശ്വാസികളും എല്ലാം ആ രംഗത്തേക്ക് വന്നു, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വന്നു. അവസാനം വീണ്ടും തിരിച്ചു പോകുകയാണ്. ആരാണ് തീവ്രവാദത്തിന്റെ മുലപ്പാല് കൊടുക്കുന്നത്, ആരുടെ മടിയിലാണ്, ഇടതിൻ്റെതാണോ വലതിന്റെ മടിയിൽ ആണോ ഈ തീവ്രവാദം എന്ന അഭിശപ്ത കുഞ്ഞ് വളരുന്നത് എന്നിടത്തേക്ക് ചർച്ച തിരിച്ചുവിട്ടുകൊണ്ട് യഥാർത്ഥത്തിലുള്ള തീവ്രവാദത്തിന്റെ ഉറവിടങ്ങളെ, അത് മുസ്ലിങ്ങൾ മാത്രമാണോ, അതല്ല സമൂഹത്തിൽ മറ്റു ചില ഔദ്യോഗികമായ വിഭാഗങ്ങളിൽ നിന്ന് വരെ അതിന് പിന്തുണയുണ്ടോ എന്നതിനെ പറ്റിയുള്ള ചർച്ച, ആ നിലക്കുള്ള ചിന്തകൾ സമൂഹത്തിൽ നിന്ന് വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അജണ്ട, ഈ ഹെഡിങ് വീണ്ടും ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പരസ്യമായ സ്റ്റേജുകളിൽ കൂടി മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വരുന്നത്. മുജാഹിദ് പ്രസ്ഥാനം എന്നും ഒരു കാര്യം ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ തന്നെ സമൂഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഇന്ത്യ രാജ്യത്ത് ഒരുപാട് മതവിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗത്തിൽ എല്ലാം ഔദ്യോഗികമായ നേതൃത്വം പരസ്യമായി ഓരോ മതത്തിന്റെയും, എല്ലാ ഹൈന്ദവ മതങ്ങൾ, ക്രൈസ്തവരും ഹൈന്ദവരും മുസ്ലിങ്ങളും സിഖും ബുദ്ധന്മാരും ഒക്കെ ജീവിച്ചിരിക്കുന്ന ഒരു നാടാണിത്. എല്ലാ മതവിശ്വാസികളുടെയും ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളും പ്രചരണങ്ങളും തീവ്രവാദത്തിൽ, ഈ മതം തീവ്രവാദത്തിൽ, ഞങ്ങളുടെ മതം തീവ്രവാദത്തെ അംഗീകരിക്കുന്നില്ല, തീവ്രവാദി ഹിന്ദുവല്ല, തീവ്രവാദി മുസ്ലിമല്ല, തീവ്രവാദി ക്രിസ്ത്യാനിയല്ല, തീവ്രവാദി സിഖുകാരനാകാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുകയും മതത്തിന്റെ ഔദ്യോഗികമായ മേഖലകൾ, അതിന്റെ സ്ഥാപനങ്ങൾ, അതിന്റെ സംഘടനാ സെറ്റപ്പുകൾ, അതിന്റെ പ്രചരണ മീഡിയകൾ, അതിന്റെ മാനിഫെസ്റ്റോകളെല്ലാം നമ്മുടെ മതത്തിൽ, നമ്മുടെ മതവിശ്വാസികളിൽ തീവ്രവാദികൾ ഉണ്ടാവരുത് എന്ന ലക്ഷ്യത്തോടുകൂടി പ്രഖ്യാപനത്തോടൊപ്പം പ്രവർത്തനം, ഗ്രൗണ്ട് വർക്കും കൂടി നടത്താൻ മതവിശ്വാസികളും മതനേതാക്കളും തയ്യാറാവണം. ഒന്ന്. രണ്ടാമത്, നാട്ടിലെ മീഡിയ വളരെ വളരെ സ്വതന്ത്രമായി ഇതിന്റെ ഉറവിടം കണ്ടെത്തുകയും അത് ഏത് മതത്തിലായിരുന്നാലും
അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യണം. മൂന്നാമതായി, രാജ്യത്തിന്റെ നിയമപാലകർ, അത് എല്ലാ മേഖലയിലുമുള്ള നിയമപാലകർ, സൈന്യമടക്കമുള്ള മേഖലയിൽ നിന്ന് ഈ തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ കൃത്യമായും ഒരു ജനാധിപത്യ നിലവാരം, അതല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ഇന്ത്യ രാജ്യം നിലനിർത്തിപ്പോന്ന ഒരു ആദർശമുണ്ടല്ലോ, ആർഷഭാരതത്തിന്റെ ആദർശം, വിശുദ്ധമായ ആദർശം, അതുമല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വിശുദ്ധമായ ഒരു ദുസ്തൂർ ഭരണഘടന എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആത്മസത്തക്ക് അനുയോജ്യമായ വിധത്തിൽ ഈ തീവ്രവാദത്തെ കൈകാര്യം ചെയ്യാൻ നിയമപാലകർക്ക് സാധിക്കണം. അതിന് സർക്കാരുകൾ കൃത്യമായ, യാതൊരു തരത്തിലുള്ള കളർ കണ്ണാടകളുമില്ലാത്ത കൃത്യമായ പിന്തുണയും അതിനുള്ള പ്രചോദനവും നൽകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും വസ്തുതകൾ ഭീകരമായി വരികയും തീവ്രവാദം സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായി വരികയും ചെയ്തപ്പോഴൊന്നും ഈ തരത്തിലുള്ള ക്രിയാത്മകമായ ഒരു രോഗത്തെ അടിസ്ഥാനമറിഞ്ഞ്, കാരണങ്ങളറിഞ്ഞ് അതിന്റെ ആഴത്തിൽ ചികിത്സിക്കാനല്ല, ബാഹ്യമായി വോട്ടടക്കുവാനും അതാ പോകുന്നു തീവ്രവാദി എന്ന് പാർട്ടികളും സർക്കാരുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിച്ച് കൂക്കി വിളിക്കാനും അതിൽ കൂടി നേട്ടങ്ങൾ സംഭരിക്കാനും അവരവരുടെ പാർട്ടികളുടെ നേട്ടങ്ങൾ നേടാനും അതിന് അവസാന പാടുന്ന ഒരു മാധ്യമ പടകളുമാണ് കൂടുതൽ ജനശ്രദ്ധയാകർഷിക്കപ്പെടുന്നത് എന്നതാണ് ദുഃഖകരമായ അവസ്ഥ. അതിനെതിരിൽ വീണ്ടും ഒരു സത്യബോധത്തോടുകൂടി, യാഥാർത്ഥ്യബോധത്തോടുകൂടി ഈ രംഗത്തേക്ക് വരാൻ മുഴുവൻ സർക്കാരുകളോടും അതുപോലെ തന്നെ മത പണ്ഡിതന്മാരോടും എല്ലാ മതത്തിലുമുള്ള നേതാക്കന്മാരോടും മീഡിയകളോടും അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയുമായി കൊണ്ടാണ് ഈ അവസരത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വീണ്ടും കാലഹരണപ്പെട്ടു എന്ന് പലരും പറയുന്ന ആ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഈ വിഷയകമായി നമ്മളോട് പ്രസംഗിക്കുവാൻ കേരള നദുവത്തുൽ മുജാഹിദിന്റെയും അതിന്റെ യുവജന വിഭാഗത്തിന്റെയും പ്രഗത്ഭരായ ഞങ്ങളുടെ സുഹൃത്തുക്കൾ അഹമ്മദ് അനസ് മൗലവിയും ഹനീഫ കായക്കൊടിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة
وكل بدعة ضلالة. ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തീവ്രവാദവും ഭീകരവാദവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമൊക്കെ വീണ്ടും നമ്മുടെ നാട്ടിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. സാധാരണ പറയുകയും കേൾക്കുകയും ചെയ്യാറുള്ള ഇത്തരം സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ നിന്നുള്ള ഏതാനും ചില ചെറുപ്പക്കാർ അങ്ങ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കാശ്മീരിന്റെ അതിർത്തിയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നത് മുതൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി ഇവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടി ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നാം തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജീവൻ ഹനിക്കുവാനുള്ള ഭീകര പ്രവർത്തനത്തിന് നേതൃത്വം നൽകി എന്നിടത്ത് വരെ എത്തി നിൽക്കുന്നു പുതിയ വാർത്തകൾ. കേരളത്തിലെ ഭീകര വിരുദ്ധ സ്ക്വാഡും മഹാരാഷ്ട്രയിലെ ATS എന്ന പേരിൽ അറിയപ്പെടുന്ന ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും ഒക്കെ പുറത്തുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വെള്ളം തൊടാതെ വിഴുങ്ങിയില്ലെങ്കിലും അതൊന്ന് അരിച്ച് പെറുക്കി വായിച്ചാൽ നമ്മെ ഓരോരുത്തരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തെ കാശ്മീരാക്കരുത് എന്ന് ആരൊക്കെ പ്രസംഗിച്ചാലും പോസ്റ്ററുകൾ ഒട്ടിച്ചാലും അത്തരം ആളുകളുടെ ചിന്തയും പ്രവർത്തനങ്ങളും തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന, ശാന്തി ആഗ്രഹിക്കുന്ന കേരളത്തിലെ മനുഷ്യർക്കിടയിൽ ഭീതി വിതക്കുവാൻ പര്യാപ്തമാണ് എന്ന തിരിച്ചറിവ് സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫാസിസ്റ്റ് സംഘടനകൾ വളരെ ആസൂത്രിതമായി മുസ്ലിം സമൂഹത്തിന് നേരെ പതിറ്റാണ്ടുകളായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത എല്ലാവർക്കും അറിയാം. സാംസ്കാരികമായും ബൗദ്ധികമായും ചരിത്രപരമായുമൊക്കെ മുസ്ലിം സമൂഹത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വളർത്തുവാനുള്ള ഇവരുടെ ശ്രമങ്ങൾ തങ്ങൾക്ക് അധികാരവും ഭരണവും കിട്ടുന്ന സംസ്ഥാനങ്ങളിൽ 3.5 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന പാഠപുസ്തകം മുതൽ ആരംഭിക്കുകയും ഇന്ത്യ രാജ്യത്തെ പട്ടാള ഉദ്യോഗസ്ഥന്മാരുടെ മസ്തിഷ്കത്തിൽ വരെ അതിന്റെ സ്വാധീനം എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു എന്ന അറിവ് ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തെ മാത്രമല്ല
ഈ രാജ്യത്ത് ശാന്തിയും സമാധാനവും പുലരണമെന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും വേദനിപ്പിക്കുന്നതാണ്. ഇന്ത്യയിലെ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ ഫാസിസ്റ്റ് സ്വാധീനത്തിന് വിധേയരായവരുണ്ട് എന്ന അറിവ് പുതിയതൊന്നുമല്ല. RSSന്റെ ശാഖകളിലെ ചിട്ടയായ സായുധ പരിശീലനത്തിന് ശേഷം ഇന്ത്യൻ പട്ടാളത്തിലേക്ക് എത്തിച്ചേരുകയും അവിടുത്തെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ജോലിക്ക് ശേഷം റിട്ടയർമെന്റിനോ വളണ്ടറി റിട്ടയർമെന്റിനോ അതോ കഴിഞ്ഞ് വീണ്ടും RSSന്റെ കാര്യാലയങ്ങളിലോ BJP ഓഫീസുകളിലോ ക്ലർക്കുമാരായി സേവനമനുഷ്ഠിക്കുന്ന കേണലുകളും ജനറലുകളും മേജറുകളും ഇന്ത്യയിൽ എമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടാളത്തിൽ ഒരു ഫാസിസ്റ്റ് കടന്നുകൂടി എന്നത്, ഒരു പട്ടാളക്കാരൻ മുസ്ലിങ്ങൾക്കെതിരെ ചിന്തിച്ചു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്ന അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. മറിച്ച് അതിനപ്പുറത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ഒരു സമൂഹത്തെ അപകടപ്പെടുത്തുവാനുള്ള ഭീകര പ്രവർത്തനത്തിന് സ്ഫോടക വസ്തു ശേഖരിക്കുവാനും അത് സംഘടിപ്പിക്കുവാനും അത് ഉപയോഗിക്കുവാൻ ആളുകളെ കണ്ടെത്തുവാനും എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ മിലിറ്ററി ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ പിൻവലിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഭീകര പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനും ഒരു പട്ടാളക്കാരൻ ശ്രമിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മെ വേദനിപ്പിക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്ന കാര്യം. ഇത്തരം സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞു, അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എക്കാലത്തും ഫാസിസ്റ്റ് സംഘടനകൾ മുസ്ലിങ്ങളെ ശത്രുതയോടുകൂടി നോക്കിക്കാണുകയും മുസ്ലിം സമൂഹത്തിനെതിരെയും മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിനെതിരെയും ഭീഷണമായ രൂപത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് നമുക്ക് കാണുവാൻ കഴിയും. ഹിറ്റ്ലറുടെ വംശീയ ഫാസിസവും മുസോളിനിയുടെ ദേശീയ ഫാസിസവും കടമെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു സംഘപരിവാർ ഫാസിസ്റ്റ് സംഘടനകൾ. ഇന്ത്യക്കാരെന്നാൽ ഹിന്ദുക്കൾ മാത്രമാണെന്നും ആ ഹിന്ദു ജനതയുടെ അസ്തിത്വത്തിന് വേണ്ടിയാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളും പ്രവർത്തിക്കുകയും ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ വിഭവങ്ങളും ഉപയോഗപ്പെടുത്തുകയും ചെയ്യപ്പെടേണ്ടത് എന്ന തരത്തിലുള്ള ചിന്താഗതികളും പ്രചാരണങ്ങളും പലപ്പോഴും ഇത്തരം സംഘടനകൾ നടത്തുകയുണ്ടായി. ഇന്ത്യ തങ്ങളുടേത് മാത്രമാണ്, ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം തങ്ങൾ മാത്രമാണ് കൈയാളേണ്ടത്, ഇവിടത്തെ പൗരാവകാശവും നിയമങ്ങളുമൊക്കെ ഈ തങ്ങൾക്ക് വേണ്ടി മാത്രം, ഹിന്ദുക്കൾ എന്ന് തങ്ങൾ പറയുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് എന്ന തരത്തിൽ പ്രചാരണങ്ങൾ നടക്കുകയുണ്ടായി ഇന്ത്യയിൽ. വിചാരധാരയിലെ ഒരു വരി നമുക്കിങ്ങനെ വായിച്ചെടുക്കുവാൻ കഴിയും. ഹിന്ദുസ്ഥാനിലെ ഹിന്ദുക്കൾ ഒന്നുകിൽ ഹിന്ദു സംസ്കാരവും ഭാഷയും സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവകാശങ്ങളൊന്നുമില്ലാതെ, പൗരാവകാശങ്ങൾ പോലുമില്ലാതെ ഹിന്ദു ജനതയ്ക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ട് ഇവിടെ കഴിഞ്ഞുകൂടുകയോ ചെയ്യണം എന്നാണ് വിചാരധാരയിലൂടെ ഹൈന്ദവ സമൂഹത്തെ അതിന്റെ വക്താക്കൾ പഠിപ്പിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഹിന്ദുസ്ഥാനിലെ അഹിന്ദുക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനവിഭാഗങ്ങളെയോ മാത്രമല്ല, മറിച്ച് ആര്യന്മാരായി അവകാശപ്പെടുന്ന ഈ രാജ്യത്തെ സവർണരായി അഥവാ വർണ്ണങ്ങളുടെ പരിധിയിൽ ഉൾക്കൊള്ളുന്ന ബ്രാഹ്മണരും ക്ഷത്രിയരും ശൂദ്രരും വൈശ്യരും അടങ്ങുന്ന ഈ 4 വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ മാത്രമാണ് ഹിന്ദുക്കളായി പരിഗണിക്കപ്പെടുന്നത്. അതിനപ്പുറത്തുള്ള ഇന്ത്യ രാജ്യത്ത് ആദിമകാലം മുതൽ നിലനിന്നിരുന്ന ദ്രാവിഡന്മാരോ അതല്ലെങ്കിൽ ആദിമ നിവാസികളോ വനവാസികളോ ഈ രാജ്യത്തിന്റെ മക്കളായോ ഹിന്ദുക്കളായോ ഇത്തരം ആളുകൾ പരിഗണിക്കുന്നില്ല. മറിച്ച്
പിന്നീട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യന്മാർ അവർ മാത്രമാണ് ഇന്ത്യക്കാരെന്നും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇന്ത്യ രാജ്യത്തുള്ള ആളുകൾ പ്രവർത്തിക്കേണ്ടതെന്നും ആ ആളുകളുടെ അവകാശങ്ങൾ പരിഗണിക്കുവാനും അവരെ തൃപ്തിപ്പെടുത്തുവാനുമുള്ള പ്രവർത്തനങ്ങളിലാണ് ഈ രാജ്യത്തെ ആര്യന്മാരല്ലാത്ത മറ്റ് മുഴുവൻ ജനവിഭാഗങ്ങളും മുഴുകേണ്ടതെന്നും അതിനപ്പുറത്ത് ഏതെങ്കിലും പൗരാവകാശങ്ങൾക്ക് വേണ്ടി മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ഇത്തരം ആളുകൾ അവർ മുസ്ലിങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ ഈ 4 ജാതികൾക്ക് പുറത്തുള്ള മറ്റാരെങ്കിലും ആകട്ടെ അവകാശവാദം ഉന്നയിക്കുന്നത് ശരിയല്ലെന്നുമാണ് ഇത്തരം സന്ദേശങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടത്. ഇന്ത്യ ചരിത്രത്തെ നിഷ്പക്ഷമായി വിലയിരുത്തുകയും പഠനം നടത്തുകയും ചെയ്ത മുഴുവൻ ചരിത്രകാരന്മാരും ആര്യന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നവരാണ് എന്ന് നിസ്സംശയം പ്രഖ്യാപിക്കുന്നവരാണ്. ഫാസിസ്റ്റ് ചിന്താഗതി വെച്ചു പുലർത്തുന്ന ചരിത്രകാരന്മാരല്ലാതെ ആര്യന്മാർ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞിട്ടില്ല. മറ്റു മുഴുവൻ ആളുകളും ആര്യന്മാരുടെ അധിനിവേശത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഏതുവരെ മതേതരത്വത്തിന്റെ ചേരിയിൽ നിൽക്കുകയും എന്നാൽ എക്കാലത്തും ഫാസിസ്റ്റുകൾക്ക് തൃപ്തനാവുകയും ചെയ്തിരുന്ന തിലകൻ, ബാലഗംഗാധര തിലകൻ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ പലയിടങ്ങളിലായി ആര്യന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നവരാണ്, ആർട്ടിക് മേഖലയിൽ നിന്ന് കടന്നു വന്നവരാണ് എന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. തിലകനെ ഞാൻ ഉദ്ധരിക്കാനുള്ള കാരണം തിലകനെ ഒരിക്കലും ഹൈന്ദവ ഫാസിസ്റ്റുകൾക്ക് തള്ളിക്കളയാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഈ ഫാസിസ്റ്റ് സംഘങ്ങൾ രൂപം കൊണ്ടപ്പോൾ അവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കുടിയിരുത്തുവാൻ വേണ്ടിയുള്ള ഹീനമായ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് തിലകനായിരുന്നു. എക്കാലത്തും മുസ്ലിങ്ങളോട് നല്ല മനോഭാവം വെച്ച് പുലർത്തിയിരുന്ന, ഗാന്ധിജിയോടും നെഹ്റുവിനോടും വിരോധം വെച്ച് പുലർത്തിയിരുന്ന ആളായിരുന്നു തിലകനെന്ന് അക്കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ ജീവചരിത്ര കുറിപ്പുകളും അതേപോലെ തന്നെ ആത്മകഥാ കുറിപ്പുകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്വാഭാവികമായും പറഞ്ഞു വന്നത് ഈ രാജ്യത്ത് ആര്യന്മാർ കടന്നു വന്നതാണ് എന്ന സത്യത്തെ തിലകനെ പോലെയുള്ള ആളുകൾ അംഗീകരിച്ചപ്പോൾ തിലകനെ തള്ളുവാനോ തിലകൻ പറഞ്ഞ അഭിപ്രായത്തെ തള്ളുവാനോ കഴിയാതെ പരിഹാസ്യമായ ഒരവസ്ഥയിൽ ഫാസിസ്റ്റുകൾ എത്തിച്ചേർന്നത് നമുക്ക് കാണാൻ കഴിയും. ആർട്ടിക് മേഖലയിൽ നിന്നാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് എന്ന തിലകന്റെ പരാമർശത്തെ RSSകാർ ഗുരുജി എന്ന് വിളിക്കുന്ന ഗോൾവാൾക്കർ വിശദീകരിക്കുന്നത് വളരെ രസകരമായ രൂപത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, തിലകൻ പറഞ്ഞതിന്റെ അർത്ഥം ഇന്ത്യക്കാർ പുറത്തുനിന്ന് കടന്നു വന്നവരാണ് എന്നല്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞ വസ്തുത ശരിയാണ്. ആർട്ടിക് മേഖലയിലായിരുന്നു ആര്യന്മാർ ജീവിച്ചിരുന്നത്. ഈ ആർട്ടിക് മേഖല എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യയിലെ ഒറീസയും ബീഹാറും ഒക്കെ അടങ്ങുന്ന പ്രദേശങ്ങളായിരുന്നു. പിന്നീട് ആർട്ടിക് മേഖല ഇവിടെ നിന്ന് നീങ്ങി ഇന്ന് നിൽക്കുന്നിടത്ത് എത്തിച്ചേരുകയാണ് ചെയ്തത് എന്ന് ഗോൾവാൾക്കർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഒരു നിൽക്കുന്ന പ്രദേശം മാത്രം, ഉദാഹരണത്തിന് കേരളം ഇന്ന് നിൽക്കുന്നിടത്ത് നിന്ന് നീങ്ങി കാശ്മീരോ അതല്ലെങ്കിൽ ആസാമോ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുക, കേരളീയരായ ആളുകളോ അവരവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യുക എന്ന രസകരമായ ഭൂമിശാസ്ത്രവുമായി ഒരു ബന്ധവുമില്ലാത്ത പരിഹാസ്യമായ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഗോൾവാൾക്കർ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന ഈ ആര്യവർഗം ആ ആര്യബോധത്തോടുകൂടി ജീവിക്കുകയായിരുന്നു ഇന്ത്യയിൽ. തങ്ങളുടെ വകയായി വേദങ്ങളും ശ്രുതികളും ഉണ്ടാക്കി ഈ രാജ്യത്തെ ആദിമ നിവാസികളായിരുന്ന ദ്രാവിഡന്മാരെയും മറ്റ് പിന്നോക്കക്കാരെയും അടക്കി ഭരിക്കുകയും തങ്ങൾക്കെതിരെ ഉയരുന്ന മുഴുവൻ ചോദ്യങ്ങളെയും എതിർപ്പുകളെയും
മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ദൈവശിക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് അടക്കി നിർത്തുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ആരുടെയും എതിർപ്പുകളില്ലാതെ ഒരു ഭാഗത്ത് മതപരമായ ആധിപത്യം വെച്ച് പുലർത്തുന്ന ബ്രാഹ്മണന്മാർ, ആ ബ്രാഹ്മണന്മാർ എന്താണോ പറയുന്നത് അത് മാത്രമാണ് മതമെന്ന് വിശ്വസിച്ചുകൊണ്ട് അംഗീകരിക്കുകയും അതിന്റെ കീഴിൽ നുകത്തിന് കീഴിൽ കഴിയുന്ന മൂരികളെ പോലെ ജീവിക്കുകയും ചെയ്യേണ്ടി വന്ന ഈ രാജ്യത്തെ അധസ്ഥിത വർഗം. മറ്റൊരു ഭാഗത്ത് ക്ഷത്രിയന്മാരായി രാജാക്കന്മാരായി വാണിരുന്നവർ, രാഷ്ട്രീയമായി ഈ സമൂഹത്തെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന ആളുകൾ. മറ്റൊരു ഭാഗത്ത് സാമ്പത്തിക രംഗത്ത് വൈശ്യന്മാരും അതേപോലെ തന്നെ മറ്റ് മേഖലകളിൽ ശൂദ്രന്മാരുമൊക്കെ അടക്കി വാണുകൊണ്ടിരുന്ന, ആരാലും എതിർക്കപ്പെടാതിരുന്ന അഥവാ ആര്യന്മാർ തന്നെയാണ് ഈ രാജ്യത്തിന്റെ മുഴുവൻ അധികാരവും കൈവശമുള്ളവർ, അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ നിയന്ത്രണവുമെന്ന ആ ആര്യബോധത്തിന് ഒരെതിർപ്പുമില്ലാതിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് ബാബർ ചക്രവർത്തി കടന്നു വരുന്നത്. ഇന്ത്യ രാജ്യം കീഴടക്കിക്കൊണ്ട് ഒരുപക്ഷെ അതിലെ ഏറ്റവും രസകരമായ വസ്തുത, ഇവിടെ നിലവിലുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാർ തമ്മിലുണ്ടായിരുന്ന ശത്രുത, ആ ശത്രുതയിൽ മറ്റ് രാജാക്കന്മാരെ കീഴടക്കുവാൻ വേണ്ടി, അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാരെ കീഴടക്കുവാനും അവരുടെ സമ്പത്ത് തട്ടിയെടുക്കുവാനും വേണ്ടി ബാബറെ പോലെയുള്ള ആളുകളെ ഇവിടെ തന്നെയുള്ള ഹൈന്ദവ രാജാക്കന്മാർ വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെ ബാബർ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നു. സ്വാഭാവികമായും അക്കാലം വരെ നിലനിന്നിരുന്ന വ്യവസ്ഥയും സംവിധാനങ്ങളും മാറ്റിമറിക്കപ്പെടുകയാണ് പിന്നീട് ഏതാണ്ട് ഒരു 200 വർഷക്കാലം ഇന്ത്യ രാജ്യത്ത്. ഇവിടെ അധസ്ഥിതരായി ജീവിച്ചിരുന്ന ആളുകൾക്ക് മോചനമുണ്ടായി. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുവാനുള്ള സാവകാശം അവർക്കുണ്ടായി. എന്നാൽ തങ്ങൾ തന്നെ പടുത്തുയർത്തിയ സങ്കല്പങ്ങൾക്കും അതേപോലെ തന്നെ സാമൂഹ്യാചാരങ്ങൾക്കും പിന്നിൽ നിന്നുകൊണ്ട് ഉൾവലിയേണ്ട അവസ്ഥ ആര്യന്മാരായ ആളുകൾക്കുണ്ടായി. അക്കാലം വരെ അവർ ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരുന്ന മതപരമായ ചില അനുഷ്ഠാനങ്ങൾ, അതേപോലെ തന്നെ ജാതി ചിന്ത, തൊട്ടുകൂടായ്മ തുടങ്ങിയ വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും രംഗങ്ങളിൽ മുന്നോട്ട് വരുവാൻ കഴിയാതെ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന അധസ്ഥിതന്മാർ ജീവിച്ചിരുന്നത് അതേപോലെ ഉൾവലിഞ്ഞു പോകേണ്ട അവസ്ഥ ചില പ്രദേശങ്ങളിലെങ്കിലും ആര്യ സമൂഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. ബാബർ ചക്രവർത്തി ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ ഏത് രാജ്യത്ത് ഏത് രാജാവ് കടന്നു ചെന്നാലും ഉണ്ടാകാറുള്ളത് പോലെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും മതത്തിന്റെ പേരിലായിരുന്നില്ല. അതൊന്നും ബാബർ മുസ്ലിമാണെന്നും ബാബർ കടന്നു ചെല്ലുന്ന പ്രദേശത്തുള്ള രാജാക്കന്മാർ ഹിന്ദുവാണെന്നുമുള്ള ധാരണയിലായിരുന്നില്ല. കാരണം ബാബറോടൊപ്പം ഹൈന്ദവ രാജാക്കന്മാരുണ്ടായിരുന്നു. ബാബറോടൊപ്പം അക്കാലം വരെ രജപുത്രന്മാരുടെ പട്ടാളത്തിൽ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന സേനാനായകന്മാരുണ്ടായിരുന്നു. പലപ്പോഴും ഒരു രാജ്യത്തെ രാജാവിന്റെ സഹായത്തോടുകൂടി തന്നെയായിരുന്നു ബാബർ അടുത്ത രാജ്യത്തേക്ക് കടന്നു ചെല്ലുകയും അത് കീഴടക്കുകയും ചെയ്തിരുന്നത്. മതമായിരുന്നില്ല അവിടെ പ്രശ്നം, ജാതിയായിരുന്നില്ല അവിടെ പ്രശ്നം, ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള ശത്രുതയോ അതല്ലെങ്കിൽ അവരോടുള്ള പ്രത്യേകമായ വിദ്വേഷമോ ആയിരുന്നില്ല അവിടെ പ്രശ്നം. മറിച്ച് സാധാരണയായി ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും രാജാക്കന്മാർ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ആ സംവിധാനമുണ്ടായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടന്നതുപോലെയുള്ള കീഴടക്കലുകളും പിടിച്ചെടുക്കലുകളുമായിരുന്നു അവിടെ നടന്നിരുന്നത്. എന്നാൽ ഭരണം നടത്തുക എന്നതിനപ്പുറത്ത് ഒരു സമൂഹത്തെ സാമൂഹ്യമായും സാമ്പത്തികമായും ഒക്കെ അടിച്ചമർത്തുകയും അവരെ അടിമകളാക്കുകയും വെച്ചിരുന്ന ഈ ആര്യവർഗം, അവർക്ക് പിന്നീട് ഉയർന്നു വരാൻ ബ്രിട്ടീഷുകാരുടെ വരവോളം കാത്തു നിൽക്കേണ്ടി വന്നു. ഇന്ത്യ രാജ്യത്തെ കീഴടക്കുവാനും ഈ രാജ്യത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യുവാനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കടന്നു വരുന്നതോടുകൂടിയാണ് ഈ ബാക്കിയുണ്ടായിരുന്ന ആര്യ സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തങ്ങളുടെ അധികാരം തട്ടിയെടുക്കുകയും തങ്ങൾ ചവിട്ടിമെതിച്ചിരുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലും ഔന്നത്യം നൽകുകയും ചെയ്തിരുന്ന മുഗൾ ഭരണത്തോടുള്ള, മുഗൾ ചക്രവർത്തിമാരോടുള്ള അടങ്ങാത്ത വിദ്വേഷം, അതിലേറ്റവും വിദ്വേഷമുണ്ടായിരുന്നത്
ഏറ്റവും നീതിപൂർവകമായി ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാരോടായിരുന്നു. ജനങ്ങളുടെ സമ്പത്ത് താജ്മഹലുകൾ പണിയാനുള്ളതല്ലെന്നും ജനങ്ങളുടെ സമ്പത്ത് കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും പണിയാനുള്ളതല്ലെന്നും അത് ജനങ്ങളുടെ ക്ഷേമത്തിനും ജനങ്ങളുടെ ഐശ്വര്യത്തിനും വേണ്ടി ചെലവഴിക്കാനുള്ളതാണെന്നും രാജാക്കന്മാർക്ക് ധൂർത്തടിക്കണമെങ്കിൽ രാജാക്കന്മാരുടെ മക്കൾക്കും രാജാക്കന്മാരുടെ ഭാര്യമാർക്കും ആഭരണങ്ങളും അതേപോലെ തന്നെ അന്തഃപുരങ്ങളും ഒരുക്കണമെങ്കിൽ അവരവരുടെ കൈകൾ കൊണ്ട് അധ്വാനിച്ച് ജീവിക്കേണ്ടതുണ്ട് എന്ന മഹത്തായ പാഠം ഇന്ത്യയിലെ മാത്രമല്ല ലോകത്ത് മുഴുവൻ ഭരണാധികാരികൾക്ക് പകർന്നു നൽകി തൊപ്പി തുന്നി വിറ്റ് ജീവിതം കഴിച്ചിരുന്ന ഔറംഗസേബിനെ പോലെയുള്ള ചക്രവർത്തിമാരാണ് എക്കാലവും ഏറ്റവും കൂടുതൽ ഫാസിസ്റ്റുകളുടെ അക്രമങ്ങൾക്കും വിമർശനങ്ങൾക്കും വിധേയരായത് എന്നുകൂടി നാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാർ കടന്നു വന്നു. സ്വാഭാവികമായും മുസ്ലിങ്ങളോടുള്ള വിരോധവും മുഗളന്മാരോടുള്ള വിരോധവും ഈ ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കാൻ വേണ്ടി ആര്യന്മാരെ പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി മാത്രമല്ല, അത് പിന്നീടുള്ള ചരിത്രത്തിലുമെമ്പാടും നമുക്ക് കാണാൻ കഴിയും. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധീരോദാത്തമായി പോരാടിയ ബ്രിട്ടീഷുകാരുടെ ദക്ഷിണേന്ത്യയിലേക്കുള്ള കടന്നുവരവിന് എക്കാലത്തും ഏറ്റവും വലിയ വിഘാതമായിരുന്ന ടിപ്പു സുൽത്താനെ ഒറ്റിക്കൊടുത്തത് ആര്യവർഗ മേധാവിത്വത്തിന്റെ പിന്നണിയായിരുന്ന പൂർണ്ണയ്യ ആയിരുന്നു എന്ന് നമുക്കറിയാം ചരിത്രം വായിക്കുമ്പോൾ. അത് കേവലം പൂർണ്ണയ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇന്നും ഇന്ത്യ രാജ്യത്ത് അതിന്റെ കണ്ണികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവരോധിക്കുകയും ഇന്ത്യ രാജ്യത്തെ പല മീഡിയകളും നിഷ്പക്ഷനായ മാതൃകാ നേതാവ് എന്നൊക്കെ വിലയിരുത്തുകയും ചെയ്യുന്ന അടൽ ബിഹാരി വാജ്പേയി 1942 ആഗ്രക്കടുത്ത ബർദേശർ എന്ന് പറയുന്ന പ്രദേശത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപം നടക്കുകയുണ്ടായി. ആ കലാപത്തിലെ പ്രതികളെ ബ്രിട്ടീഷ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ആ കോടതി മുറിയിലേക്ക് സ്വമേധയാ കടന്നു ചെന്നുകൊണ്ട് പോലീസുകാർ സാക്ഷിയായി ഹാജരാക്കിയതായിരുന്നില്ല വാജ്പേയിയെ. ബ്രിട്ടീഷ് ഭരണകൂടം സാക്ഷിയായി വിളിച്ചു വരുത്തിയതായിരുന്നില്ല വാജ്പേയിയെ. മറിച്ച് സ്വമേധയാ ആ കേസിൽ സാക്ഷി പറയാൻ തയ്യാറാവുകയും ആഗ്രയിലെ കോടതിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ബ്രിട്ടീഷുകാർ കലാപകാരികളെന്ന് പ്രക്ഷോഭകാരികളെന്ന് മുദ്രകുത്തിയ ആ ധീരദേശാഭിമാനികൾക്കെതിരെ തെളിവ് നൽകുകയും ചെയ്ത ചരിത്രം ഇന്ത്യ രാജ്യത്തിന് പറയാനുണ്ട്. പറഞ്ഞു വന്നത്, ഇന്നും ആര്യന്മാർ ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കുകയും ഈ രാജ്യത്തെ മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വിലങ്ങു നിൽക്കുകയും ചെയ്തു എന്നതാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന ഈ ആര്യവർഗത്തെ കൃത്യമായി ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തി. അതിന്റെ ഫലമായിരുന്നു 1925 RSSന്റെ രൂപീകരണം. 1926 ഏപ്രിലിൽ രാമനവമി ദിവസത്തിൽ രൂപീകരിക്കപ്പെട്ട RSS ഇന്ന് രാജ്യസ്നേഹത്തിന്റെ മഹത്തായ സംസ്കാരം പാടിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ ഈ രാജ്യത്തോട് കൂറുള്ളവരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മൗലാന മുഹമ്മദ് അലിയുടെയും മൗലാന ജൗഹറിന്റെയും അബുൽ കലാം ആസാദിന്റെയും ഖാൻ അബ്ദുൽ ഗഫാർ ഖാന്റെയും ഈ മൊയ്തു മൗലവിയുടെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും വക്കം മൗലവിയുടെയും ആലി മുസ്ലിയാരുടെയും കട്ടലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും സമുദായത്തിന്റെ മുഖത്ത് നോക്കി രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്ന RSSഉം RSSന്റെ സംഘടനാ നേതൃത്വവും 1926 മുതൽ 1947 വരെ നീണ്ട 21 വർഷം സംഘടിത രൂപത്തിൽ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ അതിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അംഗങ്ങളായത് നമുക്ക് കാണാൻ കഴിയില്ല. 1927 സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. 1929
പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളുണ്ടായി. പിന്നീട് ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളുണ്ടായി. അതേപോലെ തന്നെ 45-46കളിൽ INA-യുടെ രൂപീകരണത്തിന് ശേഷമുണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് INA-ക്കെതിരെയുള്ള ബ്രിട്ടീഷുകാരുടെ കടുത്ത നടപടികൾക്കെതിരെ ഈ രാജ്യത്ത് പ്രക്ഷോഭങ്ങളുണ്ടായി. ഏതെങ്കിലും ഒരു പ്രക്ഷോഭ രംഗത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ RSS നേതൃത്വത്തെ ചരിത്രത്തിലെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് ഈ രാജ്യത്തെ അടിമകളാക്കി വച്ചിരുന്ന ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കുകയും ആ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവരായിരുന്നു RSS നേതൃത്വം. കോൺഗ്രസിനോടും ഗാന്ധിജിയോടും കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന മറ്റ് ദേശീയ നേതാക്കന്മാരോടും അതിശക്തമായ വിരോധം വെച്ച് പുലർത്തിയവർ. ആ വിരോധമാണ് 1947 ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ 1948 ജനുവരി 29 വരെയുള്ള ആ ചുരുങ്ങിയ കാലയളവിൽ ഗാന്ധിജി നടത്തിയ ഏതെങ്കിലും പ്രവർത്തനത്തോടുള്ള വിദ്വേഷമായിരുന്നില്ല ഗോഡ്സെയെ ഗാന്ധിജിയുടെ മാറിടത്തിലേക്ക് നിറയൊഴിക്കാൻ പ്രേരിപ്പിച്ചത്. മറിച്ച് ഗാന്ധിജിയും ഗാന്ധിജി നേതൃത്വം നൽകുന്ന കോൺഗ്രസും ആ കോൺഗ്രസിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റ് ദേശീയ നേതാക്കളും മുസ്ലിങ്ങളെ ഈ രാജ്യത്തിന്റെ ഭാഗമായി അംഗീകരിച്ചു. മുസ്ലിങ്ങൾക്ക് അവകാശങ്ങളുണ്ടെന്നും ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണെന്നും അംഗീകരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ മുസ്ലിങ്ങളെ കൂടി പങ്കാളികളാക്കിയതിലുള്ള അതിശക്തമായ വിരോധമായിരുന്നു ഗാന്ധിജിക്കെതിരെ നിറയൊഴിക്കാൻ ഗോഡ്സെയെ പ്രേരിപ്പിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രൂപീകരണം കഴിഞ്ഞ ഉടനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദൻ മോഹൻ മാളവ്യയുടെയും തിലകന്റെയും പട്ടേലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ RSSകാരെ കൂടി കോൺഗ്രസിൽ കുടിയിരുത്തുവാനുള്ള ശ്രമം ആരംഭിച്ചു. RSSകാരായി തന്നെ നിലനിൽക്കുകയും രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിന്റെ ഭാഗമായി അവർ പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന ഒരു സമീപനം ചില സമ്മേളനങ്ങളിൽ തിലകന്റെ നേതൃത്വത്തിൽ കടന്നു വന്നപ്പോൾ ഗാന്ധിജിയെ പോലെയും നെഹ്റുവിനെ പോലെയുമുള്ള ദേശീയ നേതാക്കൾ അതിശക്തമായി അതിനെ എതിർക്കുകയും ഒരു കാരണവശാലും അംഗത്വം കോൺഗ്രസിൽ RSSൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നൽകുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സംഘം രൂപീകരിക്കപ്പെട്ടത് മുതൽ നിരന്തരമായ മുസ്ലിം വിരുദ്ധ പ്രചാരണമായിരുന്നു ഈ രാജ്യത്ത് നടത്തി വന്നിരുന്നത്. ഇവിടെ ബാബർ കടന്നു വന്നത് മുതൽ, അതല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഏതൊക്കെ പ്രദേശങ്ങളിൽ മുസ്ലിം ഭരണാധികാരികൾ എപ്പോഴൊക്കെ ഭരണം നടത്തിയിട്ടുണ്ടോ ആ ഭരണങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിക്തകഥകൾ ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണെന്ന്, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ദ്രോഹിക്കാൻ വേണ്ടി കടന്നു വന്നവരാണെന്ന്, മുസ്ലിങ്ങൾ ഹിന്ദു രാജാക്കന്മാരെ കൊല ചെയ്യുകയും ഇവിടെയുള്ള രജപുത്ര സ്ത്രീകളുടെ മാനം കവരുകയും ചെയ്തവരാണെന്ന് വൈകാരികമായ രൂപത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ മുഖമൂലകളിൽ പ്രചരിപ്പിക്കപ്പെട്ടു. വീര സവർക്കർ മഹാരാഷ്ട്രയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ശിവജിയെ സംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുന്നത് കാണാം, ഈ രാജ്യത്ത് അങ്ങയുടെ കീഴിൽ പോലും മുസ്ലിങ്ങളെ ജീവിക്കാൻ അനുവദിച്ചതിൽ ഈ രാജ്യത്തെ മാനം നഷ്ടപ്പെട്ട ഞങ്ങളുടെ അമ്മമാർ അങ്ങേക്ക് മാപ്പ് തരുമോ ശിവജി എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. അത്രയേറെ നുണക്കഥകൾ. എന്നും ഫാസിസത്തിന്റെ മുഖമുദ്രയായിരുന്നു അത്. ഫാസിസം രൂപം കൊണ്ട ഇറ്റലിയിലായാലും ജർമ്മനിയിലായാലും പിന്നീട് അത് പ്രചരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയിലായാലും എന്നും നുണക്കഥകളുണ്ട്. ഇന്നും നമുക്കറിയാം 1921 നടന്ന മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കഥകൾ, നുണക്കഥകൾ ഹിന്ദുക്കളെയും ഹിന്ദു സ്ത്രീകളെയും കൂട്ടമായി നശിപ്പിക്കപ്പെടുകയും അവർ മാനഭംഗത്തിനിരയാവുകയും ചെയ്തു. അതിന്റെ ബാക്കിപത്രമാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ തെരുവുകളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ശശികല ടീച്ചറെ പോലെയുള്ള ആളുകൾ ഇന്നും കേരളത്തിലും നിലനിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
അബ്ദുൽ നാസർ മഅദനി ഈ സമൂഹത്തിൽ തന്റെ പ്രസംഗത്തിലൂടെ വരുത്തിയ എന്തായിരുന്നു ഉദ്ദേശിച്ചത് അതേ പ്രവർത്തനം തന്നെ ഫാസിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രസംഗകന്മാർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയും അവരത്തരം പ്രചാരണങ്ങൾ പലപ്പോഴും വസ്തുതകൾ അറിയാവുന്ന ചരിത്രങ്ങൾ അറിയാവുന്ന മലപ്പുറം ജില്ലയുടെ പരിസര പ്രദേശങ്ങളിലോ പറയാറില്ലെങ്കിലും കേരളത്തിന്റെ അതിർത്തി ജില്ലകളിലും അതേപോലെ തന്നെ സംസ്ഥാനത്തിന്റെ മറ്റു പ്രദേശങ്ങളിലും പ്രചരിപ്പിക്കാറുണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. പറഞ്ഞു വന്നത് എന്നും ഫാസിസ്റ്റുകൾ ഇത്തരം നുണയ്ക്ക് പിന്നാലെയായിരുന്നു. ഒരു പരിധിവരെ ഈ നുണപ്രചാരണം ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം നേടി. ആ സ്വാധീനവുമായി ഇത്തരം സംഘങ്ങൾ മുന്നോട്ട് പോയി. ആ പ്രവർത്തനത്തിനിടയിൽ ഹിറ്റ്ലറുടെ മെയിൻ കാംഫിന് ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, ഉന്മൂലനം ചെയ്യുവാൻ, ഒരു സമൂഹത്തിന്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുവാൻ ആയുധമായി ഹിറ്റ്ലർ സ്വീകരിച്ച ആ രചനാ വൈഭവത്തെ മുതലെടുത്തുകൊണ്ട് 1966 വിചാരധാര പ്രചരിപ്പിക്കപ്പെട്ടു ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ഈ വിചാരധാര പ്രചരിപ്പിക്കുകയും സ്വാതന്ത്ര്യത്തിനിടയിൽ ഇന്ത്യ രാജ്യത്തിന്റെ വിഭജനത്തിന് ഉത്തരവാദികൾ മുസ്ലിങ്ങൾ മാത്രമാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ മറ്റൊരു ഭാഗത്ത് നടക്കുകയും ചെയ്തു. നമുക്കറിയാം, യഥാർത്ഥത്തിൽ വിഭജനം ജിന്നയുടെയോ അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെയോ മാത്രം ചിന്തയിൽ ഉദിച്ചു വന്ന ഒരു കാര്യമായിരുന്നില്ല. മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഹൈന്ദവപക്ഷ മനസ്സുകൾ ഉണ്ടായിരുന്ന ഹൈന്ദവപക്ഷ മനസ്സുകൾ എന്ന് ഞാൻ പറയുമ്പോൾ അടിവരയിട്ട് ഞാൻ പറയട്ടെ, അംബേദ്കറെ പോലെയുള്ള, അതല്ലെങ്കിൽ ഗാന്ധിജിയെ പോലെയുള്ള, അതല്ലെങ്കിൽ നെഹ്റുവിനെ പോലെയുള്ള ഈ രാജ്യത്തെ വ്യത്യസ്ത ജാതികളിൽപ്പെട്ട ഹൈന്ദവ സുഹൃത്തുക്കളല്ല, മറിച്ച് ആര്യബോധം, കടുത്ത ആര്യബോധം, തങ്ങൾ ഭരിക്കാൻ മാത്രമുള്ളവരാണ്, ഒരു കാരണവശാലും ഭരിക്കപ്പെടേണ്ടവരല്ല, തങ്ങൾ ഔന്നത്യത്തിൽ നിൽക്കപ്പെടേണ്ടവർ മാത്രമാണ്, ഒരിക്കലും തങ്ങൾക്ക് മുകളിൽ മറ്റൊരാളും സ്ഥാപിക്കപ്പെടുവാൻ പാടില്ല എന്ന കുടിലമായ ആര്യ ചിന്താഗതി വെച്ചു പുലർത്തിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ചില നേതാക്കന്മാരുടെ ചിന്തയിൽ മുഹമ്മദ് അലി ജിന്നാദ് പറയുന്നതിന് മുമ്പ്, മുസ്ലിം ലീഗ് അത്തരമൊരു കാര്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ യോഗങ്ങളിൽ ഇന്ത്യ സ്വതന്ത്രയാവുകയാണെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രത്യേകമായി, മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി ഇന്ത്യ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന ചിന്താഗതി നിലനിന്നിരുന്നു എന്ന് നിഷ്പക്ഷ ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വിഭജനം നടന്നു. ആ വിഭജനവും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാപങ്ങൾ ഉണ്ടായി. നാം മനസ്സിലാക്കിയതുപോലെ 1947 ഓഗസ്റ്റ് 15 ജവഹർലാൽ നെഹ്റു ഇന്ത്യ രാജ്യത്തിന്റെ ത്രിവർണ പതാക ഡൽഹിയിൽ ഉയർത്തുകയും ആ അർദ്ധരാത്രിയിൽ ഇന്ത്യ സ്വതന്ത്രയായെന്ന് ഈ ലോകത്തോട് മുഴുവൻ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്ന, തന്റെ ജീവിതവും തന്റെ സമയവും തന്റെ ശരീരവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്ത് നിന്ന് കെട്ടിക്കെട്ടിക്കുവാൻ വേണ്ടി ഒഴിഞ്ഞുവെച്ച ഗാന്ധിജി ആ സദസ്സിലുണ്ടായിരുന്നില്ല, ആ വേദിയിലുണ്ടായിരുന്നില്ല. മറിച്ച് ഈ വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പശ്ചിമ ബംഗാളിലുണ്ടായ, കൽക്കത്തയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ മുസ്ലിം വിരുദ്ധ കലാപത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ താലോലിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് ആശ്വാസത്തിന്റെ എന്തെങ്കിലും എത്തിക്കുവാൻ കഴിയുമെങ്കിൽ അതെത്തിക്കുവാനുമുള്ള അധ്വാനത്തിലായിരുന്നു അന്ന് ഗാന്ധിജി ഉണ്ടായിരുന്നത്. ആ 1947 മുതൽ ഇന്ന് വരെയുള്ള ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച RSSന്റെ പിന്നീട് രൂപീകരിക്കപ്പെട്ട VHPയുടെയും ബജ്റംഗ് ദളിന്റെയും ശിവസേനയുടെയും അതേപോലെ സംഘപരിവാറിൽ അംഗങ്ങളായ മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ ആസൂത്രിതമായ കലാപങ്ങളും കൂട്ടക്കൊലകളും മുസ്ലിങ്ങൾക്കെതിരെ എമ്പാടും നടന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അലിഗറിലും മീററ്റിലും ഭഗൽപൂരിലും നടന്ന കലാപങ്ങൾ പലപ്പോഴും മുസ്ലിം സമൂഹം
ഏതെങ്കിലും ഒരു മേഖലയിൽ പുരോഗതിയിലേക്ക് എത്തുമ്പോൾ, തുണി വ്യവസായത്തിൽ മുസ്ലിങ്ങൾ മെച്ചപ്പെടുകയും കയറ്റുമതിയിലൂടെ അവർ സമ്പന്നരായി തീരുകയും ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ പൂട്ട് വ്യവസായത്തിലൂടെ, അല്ലെങ്കിൽ പട്ടുനൂൽ വ്യവസായത്തിലൂടെ മുസ്ലിങ്ങൾ പുരോഗതിയിലെത്തിച്ചേരുന്ന പ്രദേശങ്ങളിൽ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ, ഒരു പശു കൊല ചെയ്യപ്പെട്ടു എന്നതിന്റെ പേരിൽ, അതല്ലെങ്കിൽ പച്ചക്കറിക്കടയിലേക്ക് കടന്നു വന്ന ഒരു പശുവിനെ മുസ്ലിമായ കച്ചവടക്കാരൻ ആട്ടിയോടിച്ചു എന്നതിന്റെ പേരിൽ, ഇതേപോലെയുള്ള നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ അതിഭീകരമായ മുസ്ലിം കൂട്ടക്കൊലകൾ അരങ്ങേറുകയുണ്ടായി പല പ്രദേശങ്ങളിലും. 1990കളിൽ ഭഗൽപൂരിൽ അരങ്ങേറിയ കലാപം, ആ കലാപങ്ങളിൽ പലപ്പോഴും ഇന്ത്യയിലെ നിയമപാലകരും പട്ടാളക്കാരും വരെ പങ്കാളികളായിരുന്നുവെന്ന് പിന്നീട് അവിടെ സന്ദർശിച്ച ചരിത്ര അന്വേഷകന്മാരും മനുഷ്യാവകാശ പ്രവർത്തകരും വനിതാ സംഘടനകളുമൊക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ കഴിയും. മലീക്ക ബീഗം എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി പറഞ്ഞ അനുഭവ കഥയുണ്ട്. ഫാസിസ്റ്റുകൾ അവരുടെ കോളനികളിലേക്ക് കടന്നു ചെല്ലുകയും 40ഓളം ആളുകളെ പിടികൂടി വെട്ടിക്കൊലപ്പെടുത്തി അടുത്തുള്ള ഒരു കുളത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു അവരുടെ മൃതദേഹങ്ങൾ. ഇത് അറിഞ്ഞവിടെ എത്തിയ വിർക്കി എന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഈ ആളുകളെ മുഴുവൻ സംരക്ഷിച്ചൊരു പ്രദേശത്ത് നിർത്തി അവിടുത്തെ പോലീസുകാരെ ഇവരുടെ സംരക്ഷണോത്തരവാദിത്തം ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഈ പട്ടാളക്കാരൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഈ മലീക്ക ബീഗം അടക്കമുള്ള ആളുകളെ ആ കുളത്തിലേക്ക് തന്നെ വെട്ടിയെറിയുകയും അവരെ കൊലപ്പെടുത്തുകയും അതിൽ മലീക്ക ബീഗം മാത്രം രക്ഷപ്പെടുകയും ചെയ്തതായി അത്തരം ഗ്രന്ഥങ്ങളിൽ, അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകങ്ങളിൽ സൂചിപ്പിച്ച് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നു. പറഞ്ഞു വന്നത്, ഇന്ത്യ രാജ്യത്ത് 1947 മുതലുണ്ടായ കലാപങ്ങൾ, അത് മീററ്റിലും അലിഗഡിലും സൂറത്തിലും ബഗൽപൂരിലും പിന്നീട് ബോംബെയിലും ഗുജറാത്തിലും അഹമ്മദാബാദിലും നാളെ മറ്റേതെങ്കിലും ഒരു പേരിൽ രംഗത്ത് വരുന്ന ഒരു പ്രദേശത്തും നമുക്ക് കാണുവാൻ കഴിയുന്നു. 2000-ന് ശേഷം മാത്രം മഹാരാഷ്ട്രയിലുണ്ടായ ചില സ്ഫോടനങ്ങൾ, 2003 നവംബർ മാസത്തിൽ പർഭാനി എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിൽ സ്ഫോടനം നടക്കുകയുണ്ടായി. 2004 ഓഗസ്റ്റിൽ ജൽന എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ജൽന എന്ന് പറയുന്ന പ്രദേശത്ത് ഖാദിരിയ ജുമാ മസ്ജിദിന് നേരെ, ജുമാ മസ്ജിദിന്റെ പരിസരത്ത് സ്ഫോടനം നടന്നു. 2004 ഓഗസ്റ്റിൽ തന്നെ പൂർണ്ണയിലെ മിറാജുലുലും മദ്രസയുടെ പരിസരത്ത് സ്ഫോടനം നടക്കുകയുണ്ടായി. അതേപോലെ 2008 ജനുവരിയിൽ താനെയിലും, 2008 സെപ്റ്റംബറിൽ ഇപ്പോൾ നമ്മളൊക്കെ പത്രത്തിൽ വായിക്കുന്ന മാലേഗാവിലും സ്ഫോടനങ്ങൾ നടന്നു. അതിനിടയിൽ 2006 ഏപ്രിൽ മാസത്തിൽ നന്ദേഡ് എന്ന് പറയുന്ന പ്രദേശത്ത് 2 ബജ്റംഗ് ദളിന്റെ പ്രവർത്തകർ സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെട്ട വാർത്തയും പത്രങ്ങളിലൂടെ വരികയുണ്ടായി. ഇങ്ങനെ മഹാരാഷ്ട്രയിൽ ഈ 2000-ന് ശേഷം ഈ 8 വർഷങ്ങൾക്കിടയിൽ വളരെ ആസൂത്രിതമായി നിരന്തരമായ സ്ഫോടനങ്ങൾ പലപ്പോഴായി നടന്നതാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്ന് പറയുന്ന ഭീകരവിരുദ്ധ സംഘത്തിന് രൂപം നൽകുവാൻ മഹാരാഷ്ട്ര ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഈ സംഘം ഇത്തരം സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുവാൻ തുടങ്ങി. ആ അന്വേഷണമാണ് അവസാനം ഇപ്പോൾ നാം കേൾക്കുന്നത് പോലെ ഈ പട്ടാളക്കാരിലും അതേപോലെയുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരിലും എത്തിച്ചേർന്ന് നിൽക്കുന്നത് എന്നതാണ് വസ്തുത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ത്യ രാജ്യത്തെ പട്ടാളം ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെടുന്നു എന്ന ആരോപണം ഏതെങ്കിലും മുസ്ലിങ്ങൾ മാത്രം ഉന്നയിക്കുന്നതായിരുന്നില്ല. മറിച്ച് അതിനുള്ള സാക്ഷ്യപത്രങ്ങൾ പലപ്പോഴായി പലയിടങ്ങളിൽ നിന്നായി ഇവിടെയുള്ള നിഷ്പക്ഷരായ മാധ്യമ പ്രവർത്തകരും അതേപോലെ തന്നെ എഴുത്തുകാരും പണ്ഡിതന്മാരും വിചക്ഷണന്മാരും ഒക്കെ പുറത്തു കൊണ്ടുവന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ NDA അധികാരത്തിൽ വന്നതോടുകൂടി ഇത് എല്ലാ മറകളും നീക്കി ഇന്ത്യൻ സൈന്യത്തെ ഫാസിസ്റ്റ് വൽക്കരിക്കുവാനുള്ള
അതിശക്തമായ ശ്രമങ്ങൾ ആരംഭിക്കുകയുണ്ടായി. 1999 മെയ് മാസം കാർഗിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയം 1999 മെയ് 6-ാം തീയതി ലഫ്റ്റനന്റ് ജനറൽ NC വിജയ് എന്ന് പറയുന്ന പട്ടാള ഉദ്യോഗസ്ഥനെ കേന്ദ്ര ഗവൺമെന്റ് BJP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ഇന്ത്യ രാജ്യത്ത് കാർഗിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ യുദ്ധത്തിന് നേതൃത്വം നൽകുകയായിരുന്ന ഒരു ലഫ്റ്റനന്റ് ജനറലിനെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അതിന്റെ MP-മാർക്ക് മുമ്പിൽ കാർഗിൽ യുദ്ധത്തെക്കുറിച്ചുള്ള ബ്രീഫിംഗിന് ആവശ്യപ്പെടുകയുമുണ്ടായി. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായായിരുന്നു ഒരു പട്ടാളക്കാരന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ MP-ക്ക് മുമ്പാകെ യുദ്ധത്തിന്റെ വസ്തുതകൾ ബ്രീഫ് ചെയ്യേണ്ടി വന്നത്. അതേപോലെ തന്നെ അതേ വർഷം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പോഷക ഘടകമായിരുന്ന ധർമ്മയാത്രാ സംഘം ഉത്തരേന്ത്യയിൽ നടത്തിയ സിന്ധു യാത്ര എന്ന് പറയുന്ന യാത്രക്ക് സംരക്ഷണം നൽകുവാനും അതിന് സ്വാഗതം ആശംസിക്കുവാനും അതിന് സ്വീകരണം നൽകുവാനും ഇന്ത്യൻ പട്ടാളത്തിലെ 3rd ഡിവിഷനെ ഉപയോഗപ്പെടുത്തി. ഇത് ഇന്ത്യയിലെ ഉന്നത പട്ടാള ഉദ്യോഗസ്ഥനായിരുന്ന VP മാലിക് അദ്ദേഹത്തിന്റെ സർവീസിന് ശേഷം കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതിയ കാർഗിൽ ഫ്രം സർപ്രൈസ് ടു വിക്ടറി എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യ രാജ്യത്തെ പട്ടാളം എപ്രകാരമാണ് ഇന്ത്യ രാജ്യത്തെ പട്ടാളത്തെ ഫാസിസ്റ്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇത് നമുക്ക് വിളിച്ചു പറയുന്നത്. അതേപോലെ തന്നെ ഒരു കാലത്ത് നമുക്കറിയാം വിവാദമായിരുന്നു വിഷ്ണു ഭഗവത് എന്ന് പറയുന്ന പട്ടാളക്കാരൻ. അദ്ദേഹത്തെ ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ വിശേഷിപ്പിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് എന്നും അതേപോലെ ഹാഫ് മുസ്ലിം എന്നുമായിരുന്നു. ഈ കേണൽ കല്യാണം കഴിച്ചത് ഒരു മുസ്ലിം സ്ത്രീയാണ് എന്നതുകൊണ്ട് ഒരർദ്ധ മുസ്ലിമായി പട്ടാളത്തിൽ മാറ്റി നിർത്തപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്ത ആളായിരുന്നു വിഷ്ണു ഭഗവത്. അദ്ദേഹം പറയുകയുണ്ടായി 1996 ജനുവരി 15-ാം തീയതി സാധാരണയായി ജനുവരി 26-ന് റിപ്പബ്ലിക് ദിന പരേഡുകൾ നടക്കുന്നതിന് മുമ്പായി വിശിഷ്ടാതിഥികൾക്ക് മുമ്പിൽ ഇന്ത്യൻ പട്ടാളം സ്വകാര്യമായ പരേഡ് നടത്താറുണ്ട്. അങ്ങനെ 1996 ജനുവരി 15-ാം തീയതി ഇന്ത്യൻ പട്ടാളം പരേഡ് നടത്തുമ്പോൾ വിശിഷ്ടാതിഥിയായി ആ വേദിയിലുണ്ടായിരുന്ന ഒരാൾ ബോംബെയിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുവാൻ മാത്രമല്ല ബോംബെക്കാരല്ലാത്ത മഹാരാഷ്ട്രക്കാരല്ലാത്ത ഇന്ത്യക്കാരെ പോലും വെച്ചുപൊറിപ്പിക്കുവാൻ കഴിയുകയില്ലെന്ന് പ്രഖ്യാപിച്ച രാജ്യദ്രോഹത്തിന്റെ മകുടോദാഹരണമായ ബാൽ താക്കറെ ആ വേദിയിൽ സന്നിഹിതനായിരുന്നു. വിഷ്ണു ഭഗവത് പറയുന്നു, ഞാനും കേണൽ കരിയപ്പയും ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരേഡിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. അഥവാ ഇന്ത്യ രാജ്യത്തെ പട്ടാളം അത് ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെടുന്നു, ഫാസിസ്റ്റ് ചിന്താഗതിയുള്ളവർ പട്ടാളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത ഒരു പുതിയതോ അതല്ലെങ്കിൽ ഒരു പുതിയ വർത്തമാനമോ ആയി മുസ്ലിം ഇന്ത്യ പരിഗണിക്കുന്നില്ല. മറിച്ച് വർഷങ്ങളായി കേട്ടുകൊണ്ടിരുന്ന മുസ്ലിങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന യാഥാർത്ഥ്യമാണ് എന്ന്. അതേപോലെ തന്നെ വിഷ്ണു ഭഗവത് പറയുകയുണ്ടായി, The RSS has always had an agenda right from 1947-48 to infiltrate the armed forces as well as the intelligence services and the bureaucracy. RSSന്റെ ഈ ഫാസിസ്റ്റുകളുടെ സ്വാധീനം കേവലം പട്ടാളത്തിൽ മാത്രമല്ല, അത് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിലും വ്യാപിക്കുകയും ഈ തലങ്ങളെ മുഴുവൻ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാനുള്ള അതിഗൂഢവും നീചവുമായ ശ്രമങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. ഈ സ്വാധീനത്തിന്റെ ഏറ്റവും പ്രകടിതവും അപകടകരവുമായ രൂപമാണ് ഇപ്പോൾ നമുക്കൊക്കെ സുപരിചിതനായ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് എന്ന് പറയുന്ന പട്ടാളക്കാരൻ. പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് അദ്ദേഹമാണ് മാലേഗാവ് സ്ഫോടനത്തിനും മഹാരാഷ്ട്രയിൽ നടന്ന മറ്റ് സ്ഫോടനങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചത്. അദ്ദേഹമാണ് സ്ഫോടക വസ്തുക്കൾ സംഘടിപ്പിച്ചത്.
അദ്ദേഹമാണ് ഇതിനു വേണ്ടിയുള്ള ആസൂത്രണങ്ങളും സന്നാഹങ്ങളും നൽകിയത് എന്നു മാത്രമല്ല, അദ്ദേഹമാണ് ഇതിനുവേണ്ടി ആർമിയുടെ സീക്രട്ട് ഫണ്ടിൽ നിന്ന് 20 ലക്ഷത്തോളം രൂപ പിൻവലിക്കുകയും ഈ ഭീകര വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തത് എന്ന് ATS കണ്ടെത്തിയതായി വാർത്താമാധ്യമങ്ങൾ നമ്മോട് പറഞ്ഞു തരികയാണ്. ഇവിടെ നിലനിൽക്കുന്ന ഫാസിസ്റ്റ് സംഘടനകളൊന്നും തന്നെ, സംഘപരിവാറിൽപ്പെട്ട സംഘടനകളൊന്നും തന്നെ ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ വികാരം മാനിക്കുന്നില്ലെന്നും ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ വികാരം മുസ്ലിങ്ങളെ കൊല ചെയ്യണമെന്നുമാണ് എന്ന് മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അഭിനവ് ഭാരത് എന്ന് പറയുന്ന സംഘടനക്ക് ഈ പുരോഹിത് നേതൃത്വം നൽകുകയും രൂപീകരിക്കുകയും ചെയ്തത്. ഇതിന് പുരോഹിതനെ സഹായിച്ചത് റിട്ടയർഡ് മേജർ രമേശ് ഉപാധ്യായ എന്ന് പറയുന്ന ഒരു മുൻ പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹമാണ് നാസിക്കിലെ ബോസ്ല സൈനിക് സ്കൂൾ RSSകാരന് ഇവിടെയുള്ള ഫാസിസ്റ്റുകൾക്ക് അഭിനവ് ഭാരതിനെ പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തകന്മാർക്ക് സൈനിക പരിശീലനം നൽകാൻ വേണ്ടി ഇന്ത്യക്കാരൻ നികുതിപ്പണം കൊടുത്തുകൊണ്ട് ചെലവഴിച്ച് ഉണ്ടാക്കിയ സ്ഥാപനവും അതിന്റെ സന്നാഹങ്ങളും അത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെയും അതേപോലെ തന്നെ പിന്നോക്ക ജനവിഭാഗങ്ങളെയും അറുകള ചെയ്യുവാനുള്ള ഭീകര പ്രവർത്തനത്തിനുള്ള വേദിയായി ഉപയോഗപ്പെടുത്തുവാൻ, പരിശീലനം നടത്തുവാൻ ഒരുക്കി കൊടുത്തത് രമേശ് ഉപാധ്യായ എന്ന ഈ പട്ടാളക്കാരനായിരുന്നു.